അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ തുറക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് ഇത്. എന്നാൽ അല്ലാഹു അവനോട് എന്താണ് ചെയ്തത് എന്ന് നനച്ചാൽ നിനക്ക് വിശ്വസിക്കാനാവില്ല. ഒരു രാത്രി ഒരു മണിക്ക് മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ മുഹമ്മദ് ബിൻ അലി യാസിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ തുറന്ന് അവിടുത്തെ ശരീരം കാണാനും ഫോട്ടോ എടുക്കാനും ശ്രമിച്ചു. എന്നാൽ രണ്ടാമത്തെ കോടാലി പ്രയോഗത്തിനിടെ അവൻ ബോധരഹിതനായി നിലംപതിച്ചു. അവന്റെ സുഹൃത്ത് അബ്ദുൽ ഹാദി ശബ്ദം കേട്ട് ഓടിയെത്തി മുഹമ്മദ് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടു. സഹപ്രവർത്തകരെ വിളിച്ചുണർത്തിയവർ മുഹമ്മദിനെ ഉണർത്താൻ ശ്രമിച്ചു. ബോധം വീണ്ടെടുത്തപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. ഇത് അവന്റെ ആദ്യ ശ്രമമല്ലായിരുന്നു. മുമ്പും പലതവണ ശ്രമിച്ചപ്പോൾ ഓരോ തവണയും അവൻ ബോധം കെട്ട് വീണിരുന്നു. അവന്റെ സഹപ്രവർത്തകർ അവനെ ശാസിച്ചു. ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കാണാൻ എങ്ങനെ നിനക്ക് തോന്നി? മരിച്ചവർക്ക് പോലും വിശുദ്ധിയുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച് ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ നിന്നെ റിപ്പോർട്ട് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ചിത്രങ്ങൾ നിർമ്മിക്കുന്നവർക്ക് ഖിയാമത്ത് ദിനത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കും. ഖബർ മോഷണ ശ്രമങ്ങളുടെ ചരിത്രം ഇങ്ങനെയാണ്. 5-ാം ഹിജ്റ വർഷത്തിന്റെ തുടക്കത്തിൽ ഭരണാധികാരി ഹാക്കിം ബി അംറുല്ലാഹിന്റെ നിർദ്ദേശപ്രകാരം അബുൽ ഫുത്തൂഹ് എന്ന സൈനികൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഈജിപ്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ശക്തമായ ഒരു കൊടുങ്കാറ്റുണ്ടായപ്പോൾ അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചുപോയി. ഹാക്കിം ബി അംറുല്ലാഹിന്റെ 2-ാം ശ്രമം മസ്ജിദിനോട് ചേർന്ന് ഒരു വീട്ടിൽ താമസിച്ച് ഖബറിലേക്ക് രഹസ്യമായി തുരങ്കം കുഴിച്ചെത്താൻ ശ്രമിച്ചവരെ ജനങ്ങൾ കണ്ടെത്തി അവരെ കൊലപ്പെടുത്തി. 557 ഹിജ്റയിൽ 2 മൊറോക്കന്മാർ ക്രിസ്ത്യൻ രാജാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ഖബർ മോഷ്ടിക്കാൻ ശ്രമിച്ചു. സുൽത്താൻ നൂറുദ്ദീൻ സംഗിയുടെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗൂഢാലോചനയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. സുൽത്താൻ മദീനയിലെത്തി അവരെ പിടികൂടി വധിച്ചു. പിന്നീട് ഖബറിനു ചുറ്റും ശക്തമായ ലെഡ് ബാരിയർ നിർമ്മിച്ചു. 578 ഹിജ്റയിൽ ചുവന്ന കടലിലെത്തിയ റോമൻ ക്രിസ്ത്യാനികൾ മദീനയിലേക്ക് പോകാൻ പദ്ധതിയിട്ടു. എന്നാൽ ഈജിപ്തിൽ നിന്നുള്ള ഒരു സംഘം അവരെ തടഞ്ഞു. ചിലരെ കൊല്ലുകയും മറ്റുള്ളവരെ പിടികൂടുകയും ചെയ്തു. 7-ാം ഹിജ്റ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അലപ്പോയിൽ നിന്നുള്ള 40 പേർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു. മദീനയിലെ ഗവർണർക്ക് കോഴ വാഗ്ദാനം ചെയ്തെങ്കിലും അവർ ഖബറിനടുത്തെത്തിയപ്പോൾ ഭൂമി അവരെ വിഴുങ്ങി. സലവാത്തിന്റെ ശക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഒരു കഥ. ഒരു നീതിമാനായ മനുഷ്യന്റെ അയൽക്കാരനായിരുന്ന ഒരു യഹൂദൻ അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നു എന്ന വാക്കുകൾ എപ്പോഴും കേട്ടിരുന്നു. ഒരിക്കലാ മനുഷ്യനെ പരീക്ഷിക്കാൻ യഹൂദൻ ഒരു മോതിരം അവന്റെ കൈവശമേൽപ്പിച്ച് യാത്ര പോയി. എന്നാൽ രഹസ്യമായി മോതിരം മോഷ്ടിച്ച് കടലിലെറിഞ്ഞു. യഹൂദൻ തിരിച്ചെത്തി മോതിരം ആവശ്യപ്പെട്ടപ്പോൾ നീതിമാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ എല്ലാം നിറവേറും. അന്നൊരു വലിയ മത്സ്യം പിടിച്ചപ്പോൾ അതിനുള്ളിൽ മോതിരം കണ്ടെത്തി. യഹൂദൻ തന്റെ തെറ്റ് മനസ്സിലാക്കി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട പാഠങ്ങൾ. വിശുദ്ധ സ്ഥലങ്ങളോടുള്ള ബഹുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ അതീവ വിശുദ്ധമാണ്. അതിന്റെ വിശുദ്ധി ലംഘിക്കാൻ ശ്രമിക്കുന്നവർക്ക് ദൈവിക ഇടപെടൽ നേരിടേണ്ടി വരും. അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ വിശ്വാസം. അല്ലാഹു തന്റെ മതത്തിന്റെയും വിശ്വാസികളുടെയും വിശുദ്ധി സംരക്ഷിക്കുന്നു. സലവാത്തിന്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് ജീവിതത്തിൽ അനുഗ്രഹവും സംരക്ഷണവും നൽകുന്നു. നീതിയുടെ വിജയം. തിന്മ ചെയ്യുന്നവർക്ക് അവരുടെ പ്രവൃത്തികളുടെ ഫലം നേരിടേണ്ടി വരും. സത്യസന്ധതയും വിശ്വാസ്യതയും. യഹൂദന്റെ പരീക്ഷണത്തിൽ നീതിമാന്റെ സത്യസന്ധത വിജയിച്ചു. ദൈവിക അത്ഭുതങ്ങളിലൂടെ മാർഗദർശനം. അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ ആളുകളെ സത്യത്തിലേക്ക് നയിക്കുന്നു. അല്ലാഹുവേ, നീ അത്യുന്നതനും ക്ഷമിക്കുന്നവനുമാണ്. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എന്നെ നിന്റെ മാർഗദർശനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. എനിക്ക് ക്ഷേമം നൽകണമേ. നിന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണമേ. നീ നൽകിയവയിൽ അനുഗ്രഹം ചൊരിയണമേ. നിന്റെ വിധിയിലെ തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ.
ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്നും ദജ്ജാലിന്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്റെ രക്ഷ തേടുന്നു. നിന്റെ അനന്തമായ കാരുണ്യം, മാർഗദർശനം, പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, നന്മകൾ നിറവേറ്റൽ, ശാശ്വതമായ സമാധാനം, ഖിയാമത്ത് ദിനത്തിലെ ആശ്വാസം, സ്വർഗപ്രവേശനം, നരകത്തിൽ നിന്നുള്ള രക്ഷ എന്നിവ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്റെ പാപങ്ങൾ, ആകുലതകൾ, കടങ്ങൾ, രോഗങ്ങൾ, നിനക്ക് പ്രീതികരമായ ആവശ്യങ്ങൾ എന്നിവയെല്ലാം നിന്റെ കാരുണ്യത്താൽ നിറവേറ്റണമേ, ഏറ്റവും കരുണാമയനായവനെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.